ICF-ൽ നിന്നും വിരമിച്ച PK രാമചന്ദ്രൻ എഡിറ്റ് ചെയ്ത കൂകിപ്പായും തീവണ്ടി പുസ്തക പ്രകാശനം വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സാഹിത്യകാരൻ VR സുദേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവി വീരാൻകുട്ടി B സുരേഷ് ബാബുവിന് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. വത്സലൻ കുനിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P ഹരീന്ദ്രനാഥ് പുസ്തക പരിചയം നടത്തി. തീവണ്ടി ആർക്കും എന്നും കൗതുകമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വൃദ്ധന്മാർക്കും എന്നും സത്യത്തിലെ പഞ്ചായത്തിൽ പലതവണ വളരെ വിദൂരതയിൽ തീവണ്ടി കാണിക്കുന്നുണ്ട്. അതൊരു ലോകയാത്രയാണ്, ജീവിതയാത്രയാണ്. അങ്ങനെ പ്രത്യേകമായ തീവണ്ടി ഒരുപാട് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നിർവഹിക്കുന്ന ഒരു ഉപാധിയാണ് തീവണ്ടി. അതുകൊണ്ട് തീവണ്ടിയെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. രാമേന്ദ്രൻ അത് കണ്ടെത്തി. രാമേന്ദ്രൻ്റെ വിജയം അതാണ്. രാമേന്ദ്രൻ നമ്മുടെ കുട്ടിക്കാലത്തെ പാഠപുസ്തകത്തിൽ നിന്നും കൂകിപ്പായും തീവണ്ടി എടുത്തു. അങ്ങനെ ഒരു പുസ്തക നിർവഹണം നടത്തി. ഒരുപാട് തീവണ്ടി കഥ എഴുതിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കഥ രാമേന്ദ്രൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പഴയ കഥയാണ്, 30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയാണ്. ആ കഥയുടെ പേരാണ് നേരത്തെ മത്സ്യം പറഞ്ഞതുപോലെ അച്ഛൻ തീവണ്ടി. ആ കഥയുടെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം. തീവണ്ടി മുഖ്യപ്രമേയമാക്കി കഥയും കവിതകളും ലേഖനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുസ്തകം. റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരം പുസ്തകം പ്രകാശനം ചെയ്യുന്നതെന്ന് മുൻ സ്റ്റേഷൻ സൂപ്രണ്ട് വത്സലൻ കുനിൽ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ റിട്ടയർഡ് റെയിൽവേ സീനിയർ DCM കവി പത്മദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. PP രാജൻ, K വിജയൻ പണിക്കർ, രാജൻ ചെറുവാട്ട്, മണലിൽ മോഹനൻ, ഡോക്ടർ P ശശികുമാർ, രമേശ് രഞ്ജനം, റസാഖ് കല്ലേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് PK രാമചന്ദ്രൻ മറുമൊഴി നൽകി. ചടങ്ങിൽ വെച്ച് ചെന്നൈ മലയാളി സമാജത്തിന് വേണ്ടി P ശ്രീജിത്ത് PK രാമചന്ദ്രനെ പൊന്നാട അണിയിച്ചു. തുടർന്ന് പോകുമാർ വടകരയും മണലിൽ മോഹനനും നേതൃത്വം നൽകിയ തീവണ്ടിയുടെ പാട്ടുകൾ അരങ്ങേറി. ആദ്യാക്ഷരം കുറിക്കുമ്പോൾ നമുക്ക് അധ്യാപകന്മാർ പറഞ്ഞു തന്ന കൂകിപ്പായും തീവണ്ടി എന്ന കവിത അല്ലെങ്കിൽ പാട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി വടകരക്കാരുടെ മുന്നിൽ സാഹിത്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സാഹിത്യത്തെ പറ്റി സംസാരിക്കുന്ന വടകരക്കാരുടെ മുന്നിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. അതായത് ഈ പുസ്തകത്തിന് 2 പ്രധാനപ്പെട്ട വിശേഷണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുമായി PK ശ്രീനിവാസൻ നടത്തിയ അഭിമുഖമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഒരു പുസ്തക രൂപത്തിൽ വരുന്നു എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. 1000-ലേറെ വരുന്ന കോച്ച് ഫാക്ടറിയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും കൂടി വർഷങ്ങളായി ചെന്നൈയിൽ രൂപീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയുടെ കൈരളി ICF കൈരളി അസോസിയേഷൻ എന്ന ഒരു കൂട്ടായ്മയിലൂടെ അതിൻ്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒരു സ്മരണിക ഇറക്കുകയും അത് വടകരയിലെ വായനക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ വടകരയിലെ വായനക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഉദ്യമം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഏവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്.